സംഘപരിവാറിന്റെ ആളുകൾ ശ്രമം നടത്തിയത്. ആ ശ്രമത്തിന് തീരെ ഫലം ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ചിലരൊക്കെ അതിൻ്റെ ഭാഗമായി ഒരു ചാഞ്ചാട്ടം കാണിച്ചിരുന്നല്ലോ. ഈ ചാഞ്ചാട്ടം കാണിച്ചവർക്കടക്കം ഇത്രയും കാര്യങ്ങൾ പച്ചയായി വന്നപ്പോൾ ഒരു വിഭാഗം അവരർപ്പിച്ച വിശ്വാസത്തിൻ്റെ മേലെ ഭൂമിയിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെടും എന്ന നില വന്നപ്പോൾ ആ കൂട്ടരുടെ കൂടെ പരസ്യമായിട്ട് നിൽക്കാൻ വിഷമമുണ്ടല്ലോ. നമ്മൾ കണ്ടതല്ലേ അതൊക്കെ. ഇതല്ലേ വസ്തുത. അതിൻ്റെ അർത്ഥം അവർ ക്രിസ്ത്യാനിയെ മാത്രം ലക്ഷ്യമിടുന്നതാണോ? മുസ്ലിമിനെ പലയിടങ്ങളിലായിട്ട് ആക്രമിച്ചിട്ടുണ്ട്. മുസ്ലിമിനെ മാത്രമാണോ അവർ ലക്ഷ്യമിടുന്നത്? എല്ലാവരെയുമാണ്, എല്ലാ ന്യൂനപക്ഷ വിഭാഗത്തെയുമാണ്. ഇത് മറക്കരുത്. ഇവര് ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തിനെതിരെ തിരിച്ചുവിട്ട് തങ്ങളുടെ ഉദ്ദേശകാര്യങ്ങൾ നേടാൻ പറ്റുമെന്നൊരു ശ്രമം നടത്തും. ആ കെണിയിൽ വീഴാതിരിക്കുകയാണ് വേണ്ടത്. അത് RSSന്റെ അജണ്ടയാണ്, സംഘപരിവാറിന്റെ അജണ്ടയാണ്. ആ സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായി മാറാതിരിക്കണം. കേരളത്തിന്റെ കഥയാണല്ലോ പറയുന്നത്. കേരളത്തിൽ എവിടെയാണ് ഈ തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത്? പച്ച നുണ ഒരു നാട്ടിനെ അപകീർത്തിപ്പെടുത്താൻ ഭാവനയിൽ സൃഷ്ടിച്ച കുറേ കാര്യങ്ങൾ വെച്ചുകൊണ്ട് അവതരിപ്പിക്കലേ ഉണ്ടായിട്ടുള്ളത്. ആ അവതരിപ്പിച്ച കാര്യങ്ങളോട് രാജ്യത്ത് നമ്മുടെ നാട്ടുകാർ മാത്രമല്ലല്ലോ, കേരളീയരല്ലാത്തവർ തന്നെ പ്രതിഷേധിച്ചല്ലോ, പ്രതികരിച്ചല്ലോ. സാംസ്കാരിക രംഗത്തിന് യോജിക്കാൻ പറ്റാത്ത സമീപനല്ലേ, തീർത്തും തെറ്റായ നിലപാടല്ലേ എടുത്തിട്ടുള്ളത്. അത് തീർത്തും രാഷ്ട്രീയ ഉദ്ദേശത്തോടെ കൊണ്ടുവന്ന ഒരു കാര്യമാണ്. അതിന് കൂടുതൽ പ്രചരണം കൊടുക്കുന്നു എന്നത് അതിലും കൃത്യമായ ഉദ്ദേശങ്ങൾ കാണും. നാം കാണേണ്ടത് അതിൻ്റെ ഭാഗമായി കേരളത്തെ എന്തോ ഒരു വല്ലാത്ത സ്ഥലമായി ചിത്രീകരിക്കുകയാണ്. ഈ നാട് നല്ല രീതിയിലുള്ള സാഹോദര്യ ബന്ധത്തിൻ്റെ നാടാണല്ലോ. ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്നൊരു നാടാണല്ലോ കേരളം. നവോത്ഥാന കാലം മുതൽക്ക് അത്തരമൊരു നാട് പടുത്തുയർത്താനല്ലേ നമ്മൾ ശ്രമിച്ചു വന്നിട്ടുള്ളത്. ആ നാടായിട്ട് ഇന്നും നമുക്ക് അഭിമാനപൂർവ്വം നിൽക്കാൻ പറ്റുന്നില്ലേ? ആ നാടിനെ ഒരു വല്ലാത്ത അപമതിപ്പുണ്ടാക്കുന്ന നാടാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇതാണ് നാം കാണേണ്ടത്. ആ ശ്രമത്തെയാണ് എതിർക്കേണ്ടതും അപലപിക്കേണ്ടതും. അതൊക്കെ നിങ്ങൾ കണ്ടോളുക. ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ കാര്യങ്ങൾ. അതിലെന്തൊരു സംശയത്തിന് നിങ്ങൾക്ക് വകയുണ്ടാവില്ലല്ലോ. നിങ്ങൾ കേൾക്കുമല്ലോ ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ. അത് കേൾക്ക് നിങ്ങൾ. എന്നിട്ട് ഞാൻ പറയുന്നുണ്ടോ പറയുന്നില്ലേതോ? അതെ, നിങ്ങൾ വന്ന് കേൾക്ക്, നിങ്ങൾ വന്ന് കേൾക്ക്, അപ്പോൾ മനസ്സിലാവുമല്ലോ. ഒരു നിശ്ചയമില്ല ഒന്നിനും, വരുമോരോ വിധി വന്ന പോലെ പോകുന്നല്ലേ പണ്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം. ഞാനിപ്പോ ഒന്നും പ്രവചിക്കാൻ തയ്യാറാകുന്നില്ല. ഈ സാധാരണഗതിയിൽ അവസരവാദ നിലപാടെടുക്കുന്നവര് ഒരിടത്ത് മാത്രമായിട്ട് അവസരവാദ നിലപാട് സ്വീകരിക്കുമെന്ന് കണക്കാക്കണ്ട. അതൊരു സ്വഭാവമായി തുറന്നു പോയി എന്ന് വരും. എവിടെയൊക്കെ എത്തുമെന്നുള്ളത് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. എനിക്കറിയില്ല, ജയിച്ചാലോ തോറ്റാലോ എന്ന് എനിക്കറിയില്ല.
ഏതായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള ഞങ്ങളെ സ്ഥാനാർത്ഥി മുകേഷ് വലിയ തോതിലുള്ള സ്വീകാര്യതയാണ് നേടിക്കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ അദ്ദേഹം നല്ല രീതിയിൽ മുന്നിലെത്തിക്കഴിഞ്ഞു. ഇനി അതിനെ അട്ടിമറിക്കാൻ UDF എത്ര പാടുപെട്ടാലും കഴിയുന്നതല്ല. അത്തരമൊരവസ്ഥയിൽ ഇന്ന് കൊല്ലം മണ്ഡലം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അല്ല, അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാ ഭാഗം പറയട്ടെ. ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ കാര്യങ്ങൾ. ഇവിടെ ആ കേരള സ്റ്റോറി എന്നത് BJPയുടെ ഒരു അജണ്ടയാണ്. ആ അജണ്ടയുടെ ഭാഗമായി വന്നതാണ്. നമ്മുടെ നാടിനെ അപകീർത്തിപ്പെടുത്താനുള്ള ഒരു പ്രചരണ സാധനമാണത്. അതിന്റെ ഭാഗമായി സിനിമയെ ഉപയോഗിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് നാടിനെ അപകീർത്തിപ്പെടുത്തുന്നതാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കണം. ബാക്കി നമുക്ക് പിന്നെ ആകാം. മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഇടുക്കി രൂപതയ്ക്ക് പിന്നാലെ വിവാദ ചിത്രമായ ദ കേരള സ്റ്റോറി താമരശ്ശേരി രൂപത കൂടി പ്രദർശിപ്പിച്ച സാഹചര്യത്തിൽ ആണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത് RSS അജണ്ട നടപ്പാക്കാനുള്ള ശ്രമമാണ്, വർഗീയ വിദ്വേഷം കുത്തിവെക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്, ഭിന്നതയുണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്, കേരള സ്റ്റോറിയെ അപലപിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം എന്ന് നമുക്ക് ഇതിനെ പറയാം. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും ഇടുക്കി രൂപതയ്ക്ക് പിന്നാലെ ഈ വിവാദ ചിത്രം ദ കേരള സ്റ്റോറി താമരശ്ശേരി രൂപതയും പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇടവകകളിലെ കുടുംബ കൂട്ടായ്മകളിലാണ് ഈ ചിത്രം പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ചിത്രം ഉടൻ പ്രദർശിപ്പിക്കും എന്ന പ്രഖ്യാപനവുമായി KCYM-ന്റെ തലശ്ശേരി അതിരൂപതയും രംഗത്തുണ്ട്. സ്വാഭാവികമായും കേരളത്തിൽ ഇത് മറ്റൊരു വിവാദത്തിന് തിരികൊളുത്തുന്നു എന്ന് നമുക്ക് പറയാം. മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇപ്പോൾ വന്നിട്ടുണ്ട്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് മറ്റു വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സജോ, ഇത് ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇടുക്കി രൂപത, തൊട്ടു പിന്നാലെ താമരശ്ശേരി രൂപത, ഇനിയിപ്പോൾ ഇതാ KCYM തലശ്ശേരി അതിരൂപതയും ഒക്കെ ദ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാൻ പോകുന്നു. അതിന് ഈ രൂപതകൾ നൽകുന്ന ഒരു വിശദീകരണം കുട്ടികൾക്കിടയിൽ ബോധവൽക്കരണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ചിത്രം പ്രദർശിപ്പിക്കുന്നതെന്നാണ്. പക്ഷേ ഈ സർക്കാരും കോൺഗ്രസും ഒക്കെ ഇത് ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന ഒന്നാണ്, ഇതൊരു വിഭജനമാണ് ലക്ഷ്യമിടുന്നത് എന്ന ആരോപണം ഉന്നയിച്ചിട്ടുള്ള ചിത്രമാണ്. എന്താണ് അവർ നൽകുന്ന വിശദീകരണം? അതിരൂപതകൾ ഇനി തുടർന്നങ്ങോട്ട് ക്രൈസ്തവ സഭകൾ ഈ ചിത്രം പ്രദർശിപ്പിക്കുക എന്ന തീരുമാനത്തിൽ തന്നെയാണോ? ഗോപികൃഷ്ണൻ, ക്രൈസ്തവ സഭകൾ എന്നതിലുപരി സീറോ മലബാർ സഭയുടെ വിവിധ രൂപതകളുടെ ഔദ്യോഗിക സംഘടനകളാണ് നിലവിൽ കേരള സ്റ്റോറി ചിത്രം പ്രദർശിപ്പിക്കുകയോ പ്രദർശിപ്പിക്കാൻ തീരുമാനമെടുക്കുകയോ ചെയ്തിട്ടുള്ളത്. ഇടുക്കി രൂപത യുടെ പ്രധാനപ്പെട്ട വാദം കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകുന്നതിന്, വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നൽകുന്നതിന് വേണ്ടിയാണ് ചിത്രം പ്രദർശിപ്പിച്ചത്. പ്രണയക്കെണി എന്നതൊരു യാഥാർത്ഥ്യമാണ് എന്ന വാദമാണ് അവർ മുന്നോട്ട് വെക്കാൻ ശ്രമിച്ചത്. അതിന് പിന്നാലെ ഇടുക്കി രൂപതയുടെ നടപടിക്ക് പിന്നാലെ തെറ്റായ സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു പ്രൊപ്പഗാൻഡ ചിത്രം പ്രദർശിപ്പിക്കുന്നു, അത് സമൂഹത്തിൽ വിദ്വേഷം ഉണ്ടാക്കുന്നതാണ് എന്ന വലിയ വിമർശനം വിവിധ കോണുകളിൽ നിന്ന് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. ഈ വിമർശനം വന്നതിന് പിന്നാലെ ഇടുക്കി രൂപതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് തങ്ങൾ എന്ന വാദമാണ് പ്രത്യേകിച്ച് താമരശ്ശേരി അതിരൂപത KCYM-ഉം ഇപ്പോൾ KCYM തലശ്ശേരി രൂപതയും പറയുന്നത്. ആദ്യം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിന്റെ പേരിൽ ഇടുക്കി രൂപതയെ വലിയ തോതിൽ കടന്നാക്രമിക്കുന്നു. അതുകൊണ്ട് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊന്ന്, പ്രണയക്കെണി, ബോധപൂർവമുള്ള പ്രണയം ഒരു മാർഗമായി ഉപയോഗിച്ചുകൊണ്ടുള്ള ചതി കാര്യമായി നടക്കുന്നുണ്ട്. ആ വിഷയം വിദ്യാർത്ഥികളിലേക്ക്, യുവാക്കളിലേക്കൊക്കെ എത്തിക്കുകയാണ് ലക്ഷ്യം. അതിന്റെ ഭാഗമായി ചിത്രം പ്രദർശിപ്പിക്കും. അങ്ങനെ പ്രദർശിപ്പിക്കുന്നതിൽ എന്താണ് കുഴപ്പം എന്ന നിലപാട് സ്വീകരിക്കുകയാണ്. അതായത് കൂടുതൽ രൂപതകൾ ചിത്രം പ്രദർശിപ്പിക്കാൻ തീരുമാനിക്കുന്നു. സ്വാഭാവികമായും അതിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും വിമർശനങ്ങളും വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. അപ്പോഴും ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. പ്രത്യേകിച്ച് KCYM എന്ന സംഘടനയെ ഉപയോഗിച്ച് അതിന്റെ വിവിധ ഘടകങ്ങളിൽ ചിത്രം പ്രദർശിപ്പിക്കും എന്ന നിലപാട് രൂപത ആവർത്തിക്കുകയാണ്. തലശ്ശേരി രൂപത ഇതുവരെ ചിത്രം പ്രദർശിപ്പിച്ചിട്ടില്ല. പക്ഷെ നേതൃത്വം പറയുന്നത് ഇതിനകം അവരൊരു ഇടുക്കി രൂപതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റർ പുറത്തിറക്കിയിട്ടുണ്ട്. ആ പോസ്റ്ററിൽ ചിത്രം വരും ദിവസങ്ങളിൽ പ്രദർശിപ്പിക്കും വിവിധ കേന്ദ്രങ്ങളിൽ എന്നാണ് പറയുന്നത്. അതേസമയം താമരശ്ശേരി അതിരൂപതയും ആ ചിത്രം പ്രദർശിപ്പിക്കുന്ന സമാനമായ തീരുമാനങ്ങൾ എടുക്കുന്നു. തലശ്ശേരി അതിരൂപതയും താമരശ്ശേരി രൂപതയും ഒക്കെ സമാനമായ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. സീറോ മലബാർ സഭയുടെ വിവിധ രൂപതകൾ ദ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. സ്വാഭാവികമായും വിഭജനത്തിന്റെ രാഷ്ട്രീയമാണ് ദ കേരള സ്റ്റോറിയിലുള്ളത് എന്ന വിമർശനം ഉയരുന്ന പശ്ചാത്തലത്തിൽ ബോധവൽക്കരണം നൽകാൻ വേണ്ടിയാണ് ഈ ചിത്രം വിദ്യാർത്ഥികൾക്കിടയിൽ, യുവാക്കൾക്കിടയിൽ പ്രദർശിപ്പിക്കുന്നത് എന്ന വാദവുമായി സീറോ മലബാർ സഭയുടെ വിവിധ രൂപതകൾ രംഗത്ത് വന്നിരിക്കുന്നു. അതിൻ്റെ സാഹചര്യമാണ് സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന്
വിശദീകരിക്കുന്നത്. സജോ, വേറെ എന്തെല്ലാം, അതായത് മറ്റെന്തെങ്കിലും പുതിയ പ്രതികരണങ്ങൾ വരുന്നുണ്ടോ? ഇതര ക്രൈസ്തവ സഭകൾ ഈ വിവാദത്തിൽ പങ്കുകൊള്ളാതെ മാറി നിൽക്കുകയാണോ? ഗോപികൃഷ്ണൻ, നിലവിൽ സിറോ മലബാർ സഭയുടെ രൂപതകൾക്ക് പുറത്തുനിന്നുള്ള ഏതെങ്കിലും സഭ അത്തരമൊരു തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല. കത്തോലിക്ക സഭയിലുള്ള ഇതര റൈറ്റുകളും അത്തരമൊരു തീരുമാനം പറയുകയോ അല്ലെങ്കിൽ KCBC തന്നെയോ എന്തെങ്കിലും ഒരു അഭിപ്രായ പ്രകടനം നടത്തുകയോ ചെയ്തിട്ടില്ല. പക്ഷേ സിറോ മലബാർ സഭയുടെ ഔദ്യോഗിക വക്താവ് തന്നെ ഇടുക്കി രൂപതയുടെ നടപടിയെ സ്വാഗതം ചെയ്യുന്ന നിലയ്ക്കാണ് കഴിഞ്ഞ ദിവസം അഭിപ്രായ പ്രകടനം നടത്തിയത്. അദ്ദേഹം തന്നെ പറഞ്ഞത് അങ്ങനെ പ്രദർശിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം, ജനാധിപത്യപരമായ സ്വാതന്ത്ര്യം അവർക്കില്ലേ, അത് ചെയ്യുന്നതിൽ എന്തിനാണ് ഭയപ്പെടുന്നത്, വിരളി പൂണ്ട് അഭിപ്രായം പറയുന്നത് എന്ന് പറയുകയാണ്. അതായത് നേരത്തെ സിറോ മലബാർ സഭ ഔദ്യോഗികമായി ലവ് ജിഹാദ് വിഷയത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നു. അതിന് പിന്നാലെ വിവിധ കോണുകളിൽ നിന്ന് വലിയ വിമർശനങ്ങളും ചർച്ചകളും ഒക്കെ ഉയർന്നു വരികയും ലവ് ജിഹാദ് ഒരു യാഥാർത്ഥ്യമാണെന്ന അഭിപ്രായം സിറോ മലബാർ സഭയുടെ ഔദ്യോഗിക അഭിപ്രായത്തിൽ ഇടം പിടിച്ച, അല്ലെങ്കിൽ സർക്കുലറിലടക്കം ഇടം പിടിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം പക്ഷേ അത് കെട്ടടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് വീണ്ടും സഭകൾ ഈ വിഷയത്തിലടക്കം ഒരു ഏക സ്വഭാവത്തിലുള്ള, പ്രത്യേകിച്ച് സിറോ മലബാർ സഭ പൊതുവായി ഈ പ്രണയക്കെണി എന്ന വാക്കൊക്കെ ഉപയോഗിക്കുന്നു. ചിലർ ലവ് ജിഹാദ് എന്ന വാക്ക് തന്നെയും ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഇതൊരു സന്ദർഭം, തിരഞ്ഞെടുപ്പിൻ്റെ ഒരു സന്ദർഭം കൂടിയാണ്. അതിൻ്റെ വികാരവും പ്രകോപനവും എന്താണെന്നൊക്കെയുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ ആദ്യം ഇടുക്കി രൂപത വിശ്വാസോത്സവത്തിൻ്റെ ഭാഗമായാണ് കുട്ടികളെ ഈ ചിത്രം കാണിക്കുന്നത്. അങ്ങനെ ചിത്രം കാണിച്ചത് അവരെ ബോധവൽക്കരിക്കാനാണെന്ന് അവരുടെ വക്താവ് തന്നെ ഔദ്യോഗികമായി പ്രതികരിക്കുകയും ചെയ്തു. അതിന് പിന്നാലെ രംഗത്ത് വന്നത് താമരശ്ശേരി അതിരൂപതയാണ്. അവർ കുടുംബ കൂട്ടായ്മകളിൽ ചിത്രം പ്രദർശിപ്പിക്കുകയും അതിൻ്റെ ലിങ്കുകൾ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. കൂടുതൽ സ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കുമെന്ന് പറയുകയും ചെയ്യുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ KCYM തലശ്ശേരി അതിരൂപതയുടെ ഡയറക്ടറുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ഇടുക്കി രൂപത ഇങ്ങനെ ചിത്രം പ്രദർശിപ്പിച്ചു, അതിന് പിന്നാലെ വിവിധ കോണുകളിൽ നിന്ന് വലിയ കടന്നാക്രമണം ഉണ്ടായി. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് ഇടുക്കി രൂപതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ചിത്രം പ്രദർശിപ്പിക്കാനുള്ള നിർദ്ദേശം അതിരൂപതയിലെ വിവിധ KCYM ഘടകങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ പ്രദർശിപ്പിക്കും. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. KCYM-ന്റെ അതിരൂപത ഘടകത്തിൻ്റെ ഒരു യോഗം 11:30 തലശ്ശേരിയിൽ ചേരും. ആ യോഗത്തിൽ വെച്ച് എപ്പോൾ, എങ്ങനെ, എവിടെ വെച്ച് ചിത്രം പ്രദർശിപ്പിക്കണം എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും എന്നാണ് KCYM-ന്റെ തലശ്ശേരി അതിരൂപത നേതൃത്വവും അല്പസമയം മുൻപ് നമ്മളോട് പ്രതികരിച്ചത്. അതായത് ഇപ്പോൾ തന്നെ സിറോ മലബാർ സഭയുടെ 3 രൂപതകളിൽ ചിത്രം പ്രദർശിപ്പിക്കുകയോ പ്രദർശിപ്പിക്കാൻ തീരുമാനമെടുക്കുകയോ ചെയ്തിട്ടുണ്ട്. സഭ ഔദ്യോഗികമായി ഇക്കാര്യത്തിലൊരു നിലപാട് വ്യക്തമാക്കിയില്ലെങ്കിലും സഭാ വക്താവ് തന്നെ അങ്ങനെ സ്വാതന്ത്ര്യമുണ്ടല്ലോ എന്ന് പറയുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ പലരും പല രീതിയിൽ അതിൻ്റെ അഭിപ്രായ പ്രകടനങ്ങളെ നടത്തുന്നുണ്ട്. ഒന്ന്, കേരളത്തിന് തെറ്റായ ഒരു പ്രൊപ്പഗാൻഡ ചിത്രമാണ്, കേരളത്തെക്കുറിച്ച് തെറ്റായ ഇമേജാണ്, ചിത്രത്തിൽ പറയുന്ന കണക്കുകൾ തെറ്റാണ്, അത് വിദ്വേഷം, ആളുകൾക്കിടയിൽ വിദ്വേഷം വളർത്തുകയും ചെയ്യും. കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക്കിനകത്ത് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന പലതരം വിഭജനങ്ങളുടെ രാഷ്ട്രീയം കുറേ കാലമായി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടി തുടർച്ചയുണ്ട്. സമൂഹങ്ങൾ തമ്മിൽ വിടവുണ്ടാക്കുന്ന, അകൽച്ചയുണ്ടാക്കുന്ന തരം ചർച്ചകളും വലിയ തോതിലുള്ള വിമർശനങ്ങളും ഒക്കെയുണ്ട്. അത് പല കാലങ്ങളിലായി വളരുകയും ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ന്യൂനപക്ഷ അവകാശം സ്കോളർഷിപ്പ് സംബന്ധിച്ചൊരു കോടതി വിധി ഉണ്ടായിരുന്നു. അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടായ വിവാദങ്ങൾ നമുക്കറിയാം. അതിനു മുൻപാണ് യഥാർത്ഥത്തിൽ ലവ് ജിഹാദ് സംബന്ധിച്ച പരാമർശങ്ങളും മറ്റും ഉണ്ടാകുന്നത്. അത്തരം ചർച്ചകൾ കുറേ കാലങ്ങളായി ഈ നമ്മുടെ സാമൂഹിക വ്യത്യസ്ത വ്യവഹാരങ്ങൾക്കകത്ത് ചർച്ചകളായി തന്നെ പുരോഗമിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടി ഒരു തുടർച്ചയാണ്. പക്ഷേ ഈ ചിത്രം ഇപ്പോൾ പ്രദർശിപ്പിക്കാൻ തിരഞ്ഞെടുത്ത സമയം സംബന്ധിച്ചൊക്കെയാണ് വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ സഭ പറയുന്നത് ഇപ്പോൾ വെക്കേഷൻ ക്ലാസ്സുകൾ പലപ്പോഴും, അതായത് സ്കൂളുകളൊക്കെ അടച്ചു, മിക്കവാറും വെക്കേഷൻ ക്ലാസ്സുകളൊക്കെ ഈ സഭാ പഠനത്തിൻ്റെയും കാറ്റക്കിസത്തിൻ്റെയും ഭാഗമായി വിവിധയിടങ്ങളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ വിഷയം അവിടെ പ്രദർശിപ്പിക്കാനും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായപ്പോൾ ചിത്രം പ്രദർശിപ്പിക്കുക എന്നൊരു തീരുമാനത്തിലേക്കും ധാരണയിലേക്കും പലയിടങ്ങളിലും എത്തി. അതല്ലാതെ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ബോധപൂർവമായ മറ്റെന്തെങ്കിലും ചർച്ചകൾ ഉണ്ടാക്കുക എന്നതിൻ്റെ ഭാഗമായി ആസൂത്രിതമായി ചെയ്തതല്ല എന്ന് വാദിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് അപ്പോഴും ഉണ്ടാക്കുന്ന വലിയ ചർച്ചകൾ സമൂഹത്തിനടുത്ത് അകത്തുണ്ട്. അത് സജീവമായി, അത് വളരെ സജീവമായി തന്നെ നിൽക്കുന്നു. ഇതര ക്രൈസ്തവ സഭകൾ ഈ വിഷയത്തോട് പ്രതികരിച്ചിട്ടില്ല. അതേസമയം തന്നെ ഇടുക്കി രൂപതയ്ക്ക് പിന്നാലെ താമരശ്ശേരി രൂപതയും ഇപ്പോൾ തലശ്ശേരി അതിരൂപതയും ഒക്കെ ഈ ചിത്രം പ്രദർശിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇത് ഒരു ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ചെറുപ്പക്കാർക്കിടയിൽ ഈ ചിത്രം പ്രദർശിപ്പിക്കുന്നു എന്ന വിചിത്രമായ ഒരു വാദമാണ് സഭകൾ നൽകുന്നത്, ഈ രൂപതകൾ നൽകുന്നത്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് അതിൻ്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. കണ്ണൂരിലെ വൈദേകം റിസോർട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്